ഹായ് ഫ്രണ്ട്സ്, സൗദ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് സൗഹൃദ മീഡിയ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗത്തിൽ ഏർപ്പെടുന്ന തലമുറയെ കുറിച്ചാണ്. ഒരു 9ാം ക്ലാസ് മുതലാണ് കുട്ടികൾ, വിശേഷിച്ച് ആൺകുട്ടികൾ, ഈ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നതെന്നാണ് സൗഹൃദ മീഡിയ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ താഴെ ക്ലാസ്സുകൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഹയർ സെക്കൻഡറിയിലേക്ക് +1 +2 ഈ തരത്തിലുള്ള കുട്ടികളൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സൗഹൃദ മീഡിയ മനസ്സിലാക്കുന്നത് ഒറ്റയടിക്കാണ്ട് ലഹരി ഈ +1 വന്നിട്ട് ഉപയോഗിച്ചെന്നുള്ളതല്ല. ചെറിയ രീതിയിലൊക്കെ കുട്ടികൾ ആദ്യം ബീഡി ഒക്കെ എടുത്ത് വലിച്ച്, പിന്നെ അത് സിഗരറ്റിൻ്റെ മുകളിലേക്ക് വഴിമാറി, പിന്നെ അത് കഞ്ചാവ് രൂപത്തിൽ ഉള്ളതിലേക്കൊക്കെ വന്നു. അപ്പോൾ ആദ്യമൊന്നും ഇവർക്ക് പൈസയുടെ ചിലവുണ്ടാവില്ല. അപ്പോൾ ഈ ലഹരി മാഫിയ എല്ലാ മേഖലകളിലേക്കും അവരുടെ ഏജൻസികൾ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. ആകർഷകമായി വസ്ത്രം ധരിച്ച് നല്ല സംഭാഷണ ചാതുര്യമൊക്കെയായി വന്നിട്ട് കുട്ടികളെ തന്നെ അങ്ങനെ പെട്ടെന്ന് പരിചയപ്പെടുക, കുട്ടികളോട് സൗഹൃദം കൂടുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ വാങ്ങിക്കൊടുക്കുക. അങ്ങനെ അവരുടെ ഒരു പരിധിയിലേക്ക് കുട്ടികളെ ആക്കിയതിന് ശേഷമാണ് കുട്ടികൾക്ക് ഈ ലഹരിയുടെ സാധനങ്ങൾ കുറേശ്ശെ ഉപയോഗിക്കാൻ കൊടുക്കുക. ആദ്യമൊക്കെ അത് തികച്ചും സൗജന്യമായിട്ട് കൊടുക്കും. പിന്നീട് അതിന് ചെറിയ വിലകൾ നിശ്ചയിച്ചിട്ട് അത് വാങ്ങും. ഈ വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ആൾക്കാരെ തന്നെ ഇതിൻ്റെ ഒരു കണ്ണിയാക്കിയിട്ട് അയാൾ മുഖാന്തരം മറ്റുള്ളവർക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് ആക്കും. ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ ഇതിൽ വന്ന് വിടണമെന്നാണ് സൗഹൃദ മീഡിയ മനസ്സിലാക്കുന്നത്. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ശീലമായാൽ കുട്ടികൾ പലതരത്തിലും ചൂഷണത്തിന് വിധേയമാവാനും സാധ്യതയുണ്ട്. അത് പെൺകുട്ടികൾക്കും ബാധകമാണ്, ആൺകുട്ടികൾക്കും ബാധകമാണ്. അത് ഇതിൻ്റെ മറ്റൊരു കാണാപ്പുറം കാഴ്ചകളാണ്. അങ്ങനെയും നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനൊരു പോംവഴി? ഇതില്ലായ്മ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സിഗരറ്റ് വലിച്ചു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് HMൻ്റെ അടുത്ത് വന്നു എന്നിരിക്കട്ടെ. HMന് പെട്ടെന്ന് ഇപ്പോൾ എന്താ ചെയ്യാൻ കഴിയുക? HMന് മാത്രമായിട്ടൊരു നിയമം വിദ്യാലയത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ? സൗഹൃദ മീഡിയയ്ക്ക് തോന്നുന്നില്ല ഒരു HMന് മാത്രമായിട്ട് ഒരു നിയമം ഒരു ഹൈസ്കൂളിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ തോന്നുന്നില്ല. ലഹരി ഇപ്പോൾ വളരെ ഉയർന്ന തരത്തിലുള്ള MDMA പോലുള്ള ലഹരിയൊക്കെ ഇപ്പോൾ കുട്ടികൾ, മുതിർന്നവരൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചതല്ലേ, ലഹരി ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ട് അടുത്ത വീട്ടിലെ ആളുകളെയൊക്കെ ആക്രമിക്കുക, കൊലപ്പെടുത്തുക, ഇതൊക്കെ ഇവർ ചെയ്യല്ലേ. പിന്നെ ഇവർക്ക് തിരിച്ചറിവില്ലാതെയാണ്. സ്വന്തം വീട്ടിലെ ആളുകളെ പോലും ഇവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരികയാണ്. ഇതൊക്കെ ലഹരിയുടെ ഓരോ വശങ്ങളാണ്. അമ്മേനെയും സഹോദരിനെയും അച്ഛനെയും മുതിർന്ന സഹോദരനെയും അയൽവാസികളെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ വരികയാണ്. സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയിട്ട് ആ മകൻ എന്താ പറഞ്ഞത്? എന്തിനെ ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ജന്മം നൽകിയ ഇത് തെറ്റായി എന്നുള്ളതാണ്. ലഹരി ഉപയോഗത്തിൻ്റെ അങ്ങേയറ്റല്ലേ ഇപ്പോൾ കണ്ടത്? അല്ലെങ്കിൽ ഒരു മകൻ പറയാൻ പാടുള്ള കാര്യമാണോ? അപ്പോൾ ലഹരി എന്തായാലും ഒരു വലിയ വിപത്താണ്, വിപത്തിലുപരി സാമൂഹിക വിപത്താണ്. അപ്പോൾ ആ ലഹരീനെ നമ്മൾ ഏത് തരത്തിലും എന്ത് മുഖവിലക്കെടുത്തും നിർമ്മാർജ്ജനം ചെയ്തേ പറ്റൂ. എന്നാലേ നമ്മുടെ ഭാവി തലമുറ നന്നായുള്ള പൗരന്മാരാവാൻ സാധിക്കുള്ളൂ എന്നാണ് സൗഹൃദ മീഡിയ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മുതിർന്ന ആളുകളും കുട്ടികളും വിദ്യാർത്ഥികളും ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ലഹരിയിൽ ഉന്മത്തരായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് തിരിച്ചറിവൊന്നും ഉണ്ടാവില്ല. ഈ തിരിച്ചറിവ് ആകുമ്പോഴേക്കും നമ്മൾ ബഹുദൂരം ലഹരിയുമായി സഞ്ചരിച്ചിട്ടുണ്ടാവും.
പിന്നെ നമുക്കിങ്ങോട്ട് മടങ്ങി വരവ് വളരെ ബുദ്ധിമുട്ടാണ്. വളരെ ശ്രമകരമായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ലഹരിയിൽ നിന്നും മുക്തി നേടിയിട്ട് മടങ്ങി വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു തരത്തിലും ആരുടെ പ്രേരണ ഉണ്ടായാലും ലഹരി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ സ്വയം അങ്ങോട്ട് പ്രതിജ്ഞ ചെയ്യണം, ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് ഒരു ദൃഢപ്രതിജ്ഞ. നമ്മൾ അസംബ്ലിയിലൊക്കെ നിന്നിട്ട് പ്രതിജ്ഞ എടുക്കില്ലേ, എന്നതുപോലെ കൈ ഷോളറിൻ്റെ ഉയർത്തി പിടിച്ച് കൈ ഷോളറിൻ്റെ ഉയരത്തിൽ നിവർത്തി പിടിച്ചുകൊണ്ട് നമ്മളൊരു പ്രതിജ്ഞ ചെയ്യണം. ഞാൻ ഇനിയിപ്പോൾ ഉപയോഗിച്ച കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ മുതിർന്ന ആളാണെന്ന് നിൽക്കുക, അത് പോട്ടെ, ഇനി മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ലഹരി ഉപയോഗിക്കില്ല, ഞാനായിട്ട് ഒരു വിപത്ത് എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും സമൂഹത്തിനും ഉണ്ടാക്കില്ല എന്നുള്ളൊരു പ്രതിജ്ഞ, ഒരു ദൃഢപ്രതിജ്ഞ ഓരോ ആളുകളും പ്രതിജ്ഞ ചെയ്യണം എന്നാണ് സൗദ മീഡിയയ്ക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ജനറൽ ബോഡി വിളിക്കണം, PTA ജനറൽ ബോഡി വിളിച്ചിട്ട് ആ ജനറൽ ബോഡിയിൽ ആ അധ്യയന വർഷത്ത് ചെയ്ത് തീർക്കേണ്ട സർവ്വ കാര്യങ്ങളും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് അത് ഈ രക്ഷിതാക്കളുടെ സമക്ഷത്തിൽ അവതരിപ്പിക്കണം. അതിൽ പഠനകാര്യം വേണം, പിന്നെ പാഠ്യേതര വിഷയങ്ങളിലെ എല്ലാ കാര്യങ്ങളും വേണം. അതിലുപരി ആയിട്ട് ഈ ലഹരിയുടെ കാര്യം ഉൾപ്പെടുത്തണം. ഒരു കുട്ടി ലഹരി ഉപയോഗിച്ചു എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ശക്തമായ തെളിവോടുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു നല്ലൊരു തുക ഫൈനായിട്ട് വിദ്യാലയം വാങ്ങണം, വിദ്യാലയത്തിലേക്ക് മുതൽക്കൂട്ടായിട്ട് വാങ്ങണം. അപ്പോൾ സ്കൂൾ PTA, വെൽഫെയർ കമ്മിറ്റി, പിന്നെ വാർഡ് മെമ്പർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് ഒരു സമിതി രൂപീകരിച്ചതിന് ശേഷം ഈ ഫീസിൻ്റെ, അതായത് നമ്മളെ ഫൈനിൻ്റെ തുകയൊക്കെ തീരുമാനിച്ചിട്ട് അതാണ് നടപ്പിലാക്കണം. അത് നടപ്പിലാക്കിയാൽ ഒരു പരിധി വരെ എന്നല്ല, തികച്ചും തീർത്തും ഈ കുട്ടികളുടെ പ്രവണത ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നതാണ് സൗഹൃദ മീഡിയ മനസ്സിലാക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു കുട്ടി ചതിമാർഗമോ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെട്ടാൽ ആ കുട്ടീനെ സമൂഹം ഒറ്റപ്പെടുത്താൻ പാടില്ല. സമൂഹം എന്ത് വേണം? നല്ലത് ഉപദേശിച്ചിട്ട് ഈ കുട്ടീനെ ഒപ്പം ചേർക്കണം. അവൻ്റെ തെറ്റ് മനസ്സിലാക്കി തെറ്റ് തിരുത്തിയും കൊണ്ട് നല്ലൊരു വ്യക്തിത്വമായിട്ട് ആ കുട്ടി ഭാവിയിൽ ആവണം, വളരണം. അതിന് സമൂഹവും ഈ വിദ്യാലയത്തിൻ്റെ കൂടെ നിൽക്കണം. അതാണ് സൗഹൃദ മീഡിയയ്ക്ക് പറയാനുള്ളത്. പിന്നെ ലഹരി ഉപയോഗം കൊണ്ട് വീടും വീട്ടുകാരും ഒക്കെ ബുദ്ധിമുട്ടുന്ന സമയമാണ് ഇപ്പോൾ. കാരണം പല കുട്ടികളും അക്രമാസക്തമാവൽ സ്വന്തം വീട്ടിൽ വന്നിട്ടാണ്. അപ്പോൾ മുതിർന്ന കുട്ടികളാകുമ്പോൾ രക്ഷിതാക്കൾക്കും ഒന്നും ചെയ്യാനും കഴിയില്ല. അപ്പോൾ ശാരീരിക ആക്രമണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹൈസ്കൂളിൽ SPC അധ്യാപകൻ, അതായത് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, ഇതിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അധ്യാപകൻ പറയണ്ടായിട്ടുണ്ട്. ഒരു മകൻ പിന്നെ ലഹരി ഉപയോഗിച്ച് തുടങ്ങി, ചെറുപ്പത്തിൽ തന്നെ ലഹരി ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ രക്ഷിതാവായിട്ട്, അച്ഛനില്ല, ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഈ മകനോട് പല പ്രാവശ്യം ഈ മകനെ ഉപദേശിച്ചതാണ്. ആ സ്ഥലം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ആണ് ഈ SPC ട്രെയിനറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ട്രെയിനർ ഈ വീട്ടിൽ പോയിട്ടുണ്ട്. ഈ അമ്മയുടെ പരാതി മൂലം ഈ വീട്ടിൽ പോയിട്ട് ഈ മകനെ ഉപദേശിച്ചിട്ടുണ്ട്. ധാരാളം തവണ ഉപദേശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിലൊന്നും അയാൾ കൂട്ടാക്കിയില്ല, എന്ത് പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല. അപ്പോൾ ഈ ലഹരി ഉപയോഗത്തിൻ്റെ ഒരു അവസാന കാഴ്ചയാണ് സാറ് പറഞ്ഞത്. മറ്റൊരാളുടെ ഇരുചക്രവാഹനം എടുത്തിട്ട് അമിതമായ വേഗതയിൽ, ആ സമയത്ത് ഇയാൾ നല്ല ലഹരിയിലാണെന്നാണ് പറഞ്ഞത്, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഈ മകൻ, ഈ അമ്മയുടെ ഈ മകൻ കിടപ്പ് രോഗിയാണ്. ഇനി അയാൾക്ക്
ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വല്ലാത്തൊരു കഷ്ടമല്ലേ? ഈ അമ്മ മാത്രമുള്ളൊരു വീട്ടിലെ അവസ്ഥ എന്താവും? ഈ അമ്മയും ഒരു മകനും മാത്രമുള്ള വീട്ടിലെ അവസ്ഥ എന്താവും? അപ്പോൾ ഈ തരുണത്തിൽ എത്തിച്ചതിൻ്റെ കാരണം എന്താ? ലഹരിയല്ലേ? അപ്പോൾ പോലീസ് അടക്കം ഇടപെട്ടിട്ട് ഇയാളെ ഉപദേശിച്ചിട്ടും ഇയാൾ നേരെയാവാൻ തയ്യാറായില്ല. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ പറഞ്ഞാൽ കുട്ടികൾ കൂട്ടാക്കണില്ല, പോലീസ് പറഞ്ഞിട്ടും കുട്ടികൾ കൂട്ടാക്കണില്ല. പിന്നെ ഇപ്പോൾ ആരാണ് ഇവരെ തന്നെ രക്ഷിക്കുക? സ്വയം തന്നെ രക്ഷിക്കേണ്ടി വരും. അപ്പോൾ അതിന് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു തീരുമാനങ്ങൾ സൗഹൃദ മീഡിയയ്ക്ക് തോന്നുന്നത് രക്ഷിതാക്കൾ ഈ വക ദുശ്ശീലങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന രക്ഷിതാക്കളാവുക. ഇനിയിപ്പോൾ അതല്ല, രക്ഷിതാക്കൾ ഇത്തരം ഉപയോഗങ്ങൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ സ്വന്തം വീട്ടിൽ വെച്ചിട്ടും സ്വന്തം കുട്ടികളുടെ കൺമുന്നിൽ വെച്ചിട്ടും പുക വലിക്കാനും മറ്റൊന്നും നിൽക്കാതിരിക്കുക. അപ്പം രക്ഷിതാക്കൾ റോൾ മോഡലാവേണ്ട ആളുകളല്ലേ, മാതൃകയാവേണ്ട ആളുകളല്ലേ. അപ്പോൾ ഒരു പരിധി വരെ രക്ഷിതാവിൻ്റെ മാതൃക കണ്ടിട്ട് കുട്ടികൾ നന്നാവാനും ചീത്തയാവാനും സാധ്യത ഉണ്ടെന്ന് സൗഹൃദ മീഡിയ ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഒരു ലഹരി വിമുക്ത കേരളം, അതുപോലെ തന്നെ ലഹരി വിമുക്ത വിദ്യാലയം ഒക്കെ ആവട്ടെ, അങ്ങനെ ആവണം. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കണം, പ്രവർത്തിക്കണം. അതിനുവേണ്ടി നമ്മൾക്ക് കൈകോർക്കാം, ഒന്നിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.